What is up guys, welcome to a brand new video and on this episode എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ക്ലയൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ഈസിയായിട്ട് പറയും 3D designers, VFX artists, game designers and video editors. Because I think നമ്മുടെ മാക്സിമം നമ്മൾ PC builds ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലയൻറ്റ് ബേസിനാണ്. We love them and we love the fact that you guys can create amazing piece of art. So ഇന്ന് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു PC build-ആണ്. Pairing Ryzen 7 7700X processor with the brand spanking new RTX 5060 Ti 16GB card. Overall 3D rendering, കുറച്ച് ഗെയിമിംഗ് ആൻഡ് ഓവറോൾ പെർഫോമൻസ്, ഇങ്ങനെ ഒരു PC വർത്ത് ഇറ്റ് ആണോ ടു ബിൽഡ് ഇറ്റ് റൈറ്റ് നൗ? നിങ്ങളൊരു എസ്പയറിംഗ് ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എസ്പയറിംഗ് 3D ഡിസൈനർ ആണെങ്കിൽ എന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസറാണ് ഇന്നത്തെ PC build. So let's go talk about that PC build. So, for the processor, we've gone with Ryzen 7 7700X 8 core 16 threads. So remember, you are a 3D designer or a VFX artist or a video editor, core count is always important. So minimum 8 core your workflow all the more better. And then coming to the motherboard, we are using the go-to board. I think we use 75% of all AM5 builds in the board. This is MSI B650M gaming Wi-Fi board. So good part is that the Wi-Fi and Bluetooth and onboard item. So PC build is connectivity പ്രശ്നമില്ല. പക്ഷേ അതൊക്കെ മാറി വെച്ച് most importantly വളരെ decent VRMs ഉണ്ട്, വളരെ നല്ല performance ഉണ്ട്. We've gone all the way to Ryzen 9 on the same motherboard. So Ryzen 9 വരെയുള്ള processors എല്ലാം ഈ ബോഡി വെച്ചിട്ടും it is extremely stable and it's also pretty good looking. കാര്യം it's all white. So ഒരു വളരെ nice white accents ആണ്, and especially if you know Grigs, you know we love to build white PCs. കാര്യം we think white PC is the classic guys. സോ അങ്ങനെയുള്ള വൈറ്റ് പി സിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ജിറിക്സിൻ്റെ ഒരു ബിൽഡ് ഐഡൻറ്റിറ്റിക്ക് വളരെ നൈസായിട്ട് പെയർ ചെയ്ത് പോകുന്ന ബോർഡാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഓൾ ദി പോർട്സ് യു ഹവ് നീഡ്, ഫ്രണ്ടിൽ ടൈപ്പ് സി, അങ്ങനെയുള്ള എല്ലാ ബെൽസ് ആൻഡ് വിസിൽസും ഉണ്ട്. സോ വെരി സ്റ്റേബിൾ ബോർഡ്. ആൻഡ് ഫോർ റാം we've gone with Patriotൻ്റെ 32GB 6000 MHz റാം. സോ 32GB എന്ന് പറയുമ്പോൾ 2 16GB 6 ആയിട്ട് 2 16GB 6 ആയിട്ട് 16+16 6000 MHz CL30. സോ വളരെ കുറച്ച് ക്യാഷ് ലേറ്റൻസി. ആൻഡ് റിമെമ്പർ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളൊരു വർക്ക് സ്റ്റേഷനാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ 32GBക്ക് താഴെ ഒരു കളിയില്ല. Do not build a PC with less than 32GB RAM. 32GB RAM is a minimum. It is required. അതിന് താഴെ ഒരു വർക്ക് സ്റ്റേഷൻ ബിൽഡ് ചെയ്യരുത്. And any for storage, നമ്മുടെ വളരെ സ്റ്റാൻഡേർഡ് ഒരു 1TB NVMe SSD. Can be any brand, Proshlo, WDO, Kingston. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ സ്റ്റോറേജ് നീഡ്സ് ബീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു SSD എടുക്കാം. ഇവിടെ we gone with ഒരു 1TB NVMe SSD Gen 4 for that decent read speed. ഇനി ഇതിനൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടി we've gone with a very tried and tested cooler, ഒരു 360L cooler from KMDS. It is the Aura GL2 360 എന്നുള്ള കൂളറാണ്. ഇറ്റ് ഇസ് ഓൾ വൈറ്റ് അഗൈൻ. സോ ഒന്ന് ലുക്ക് വൈസ് അത് മാച്ചാണ്. ആൻഡ് നിങ്ങൾ Ryzen 7 7700X ഒക്കെ വെച്ച് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ 360 കൂളർ ഒരു ഓപ്ഷണൽ ആഡ് ഓൺ ആണ്. ഒരു 240 കൂളർ ഉണ്ടെങ്കിലും പണി നടക്കും. ആൻഡ് 240 മീൻസ് 2 ഫാനുള്ള കൂളർ, 360 എന്ന് പറഞ്ഞാൽ 3 ഫാനുള്ള കൂളർ. നമ്മുടെ ക്ലയൻറ്റോട് സംസാരിച്ച് പുള്ളി പറഞ്ഞു, ബ്രോ എന്തായാലും PC നമുക്ക് എസ്തറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യാം. സോ 360 ആണെങ്കിൽ വെച്ചോ, ബഡ്ജറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ആൻഡ് ഓൾസോ 360 240 തമ്മിൽ ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ഇല്ല. സോ നമ്മൾ വിചാരിച്ചു PC ഫില്ലായി എസ്തറ്റിക്കലി നൈസായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. And to give this kind of full RGB look ആയിട്ട് കൊടുക്കാൻ വേണ്ടി we've gone with the 360 cooler. But remember, Ryzen 7 360 is optional, 240 is even enough, പക്ഷേ we've gone with 360 here. നമ്മുടെ purely for that aesthetics. ആൻഡ് ഇതിനൊക്കെ എൻകേജ് ചെയ്യാൻ വേണ്ടി we've gone with ജെപ്പിൻ്റെ മ്യൂട്ടൻ എന്ന് പറഞ്ഞ കേസാണ് ഇപ്പോഴത്തെ ആ ഒരു മോഡേൺ ഡിസൈൻ എസ്തെറ്റിക്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ട് ഗ്ലാസ് വേണം, സൈഡ് ഗ്ലാസ് വേണം, PC ക്ലാസിക് ആയിട്ടിരിക്കണം. ആൻഡ് കുറേ പേർക്ക് പോർട്സ് താഴെ ഉള്ളത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ പേർക്ക് നമ്മുടെ USB പോർട്സും പവർ ബട്ടണൊക്കെ PC മേലിൽ ഇരിക്കാതെ താഴെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, ഹെഡ്ഫോൺസ് കുത്താൻ കംഫർട്ടബിൾ ആണെന്നൊക്കെ ഇടയ്ക്കായിട്ട് ഇപ്പോൾ പുതിയ ക്ലയൻസ് പറയുന്നത് കേൾക്കുന്നു. we've gone with ജെപ്പിൻ്റെ മ്യൂട്ടൻ. അതിന് റൈറ്റ് സൈഡിൽ 2 വെരി വെൽ മെയ്ഡ് ഇൻടേക്ക് ഫാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് കണ്ടാൽ നമ്മുടെ ലേംബി ഫാൻസ് ഒക്കെ പോലെ ഇരിക്കുന്ന 2 ഇൻടേക്ക് ഫാൻസ് ഉണ്ട്. ബാക്കിൽ ഒരു എക്സോസ്റ്റ് ആൻഡ് പിന്നെ മേളിൽ 360 റേഡിയേറ്റർ മൗണ്ട് ആൻഡ് ഫ്രണ്ടിൽ ടൈപ്പ് സി പോർട്ടും. സോ നമുക്ക് ന്യൂ ഡേ കണക്ഷൻസിന് വേണ്ടിയുള്ള പോർട്സ് എല്ലാം ഉണ്ട്. പ്രോപ്പർ റിവേഴ്സ് ഫ്ലോ ഫാൻസ് ഉണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. കാര്യം എന്ത് ഇങ്ങനെയുള്ള ഫിഷ് ടാങ്കി ഡിസൈൻ കേസസ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും സൈഡിൽ മേക്ക് ഷുവർ ദോസ് ഫാൻസ് ആർ ഇൻടേക്ക്, എന്നാലേ എയർ ഫ്ലോ പ്രോപ്പർ ആവത്തുള്ളൂ. ആൻഡ് ഈ പവർ സപ്ലൈക്ക് വേണ്ടി we've gone with ഡീപ് കൂളിൻ്റെ ഒരു 650 watt bronze rail power supply. നോട്ട് ഒരു ഭയങ്കര ഫാൻസി പവർ സപ്ലൈ ഞാൻ പറയത്തില്ല, പക്ഷേ ഡെഫിനറ്റ്ലി എ വെരി റെസ്പെക്റ്റബിൾ പവർ സപ്ലൈ. നമ്മുടെ PCക്ക് എന്ത് പവർ വേണം, നമ്മുടെ ഗ്രാഫിക് കാർഡിന് എന്ത് പവർ വേണം, അപ്പോൾ അത് കുറച്ചൊക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും എന്ത് പവർ വേണം എന്ന് ഈ പോയിൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു വളരെ സ്റ്റാൻഡേർഡ് പവർ സപ്ലൈ ആണ് ഇപ്പോൾ 650 watt bronze rail power supply, which is what we've used for this build. ഇത്രയും കൂടെ കഴിയുമ്പോഴത്തേക്ക് our build is almost 70% complete. ഇനി ബാക്കി 30% ആണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. ആൻഡ് ഫോർ ഗ്രാഫിക് കാർഡ് നമ്മൾ വളരെ റീസെൻ്റായി, ആസ് ഇൻ ഐ തിങ്ക് ഈ വീഡിയോ ടൈം ഓഫ് റെക്കോർഡിംഗിൽ പ്രോബ്ലി 1 week ബിഫോർ ലോഞ്ച് ആയ
RTX 5060 Ti 16GB കാർഡിലേക്കാണ് പോയിരിക്കുന്നത് ഫ്രം Zotac. സോ 5060 Ti എന്ന് പറഞ്ഞ കാർഡിന് 2 വേരിയൻ്റ് ഉണ്ട്. ഒരു 8GB വേരിയൻ്റ് ഉണ്ട്, ഒരു 16GB വേരിയൻ്റ് ഉണ്ട്. 8GB വേരിയൻറ്റിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് വാല്യൂ ഫോർ യുവർ ഹാർഡ് ഏൺ മണി. 16GB ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് 3D VFX ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ള ആവശ്യത്തിൻ്റെ VRAM ഉണ്ട്. 1080pക്ക് മേലെ നിന്ന് കളിക്കാനുള്ള VRAM ഉണ്ട്. സോ ഇപ്പോഴത്തെ ഒരു സമയത്ത് 8GB VRAM കാർഡ്സ് ആർ നോട്ട് ഓൾവേസ് നോ, എസ്പെഷ്യലി നിങ്ങളൊരു പ്രൊഫഷണൽ യൂസർ ആണെങ്കിൽ. ഗെയിമർ ആണെങ്കിൽ കുഴപ്പമില്ല, ഗെയിമർ ആണെങ്കിൽ 8GB കാർഡ് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ ജീവിച്ചു പോകാം. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ യൂസർ ആണെങ്കിൽ ഐ തിങ്ക് 8GB കാർഡ് ഡസ് നോട്ട് റിയലി കട്ട് ഇറ്റ്. അതുകൊണ്ട് 16GB പോലെയാണ് ഓൾവേസ് ബെറ്റർ. ആൻഡ് ഇവിടെ കോൺ വിത്ത് ഒരു 16GB VRAM കാർഡ്. സോ നിങ്ങൾ ലൂമിൻ പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബെഞ്ച് മാർക്ക് എടുക്കുമ്പോഴത്തേക്ക് 16GB കാർഡാണെങ്കിൽ യു ആർ ഇൻ ദ ക്ലീൻ. So നിങ്ങൾക്ക് സമാധാനമായിട്ട് റൺ ചെയ്യാം. ആൻഡ് ഫോർ ദറ്റ് പീസ് ഓഫ് മൈൻഡ്, ഫോർ ദറ്റ് സമാധാനം, we've gone with Zotac-ൻ്റെ 5060 Ti 16GB വേരിയൻറ്റ്, പ്രൈസ് അറ്റ് എ വെരി വെരി എക്സ്പെൻസീവ് 51,250 റുപ്പീസാണ് ഈ കാർഡിൻ്റെ വില. അങ്ങനെ ആ കാർഡ് കൂടെ നമ്മുടെ ബിൽഡിലേക്ക് വയ്ക്കുമ്പോഴത്തേക്ക് our awesome 3D rendering PC build is complete. And now we will look at some B-rolls and we will come right back. അതായിരുന്നു നമ്മുടെ awesome Ryzen 7 7700X 32GB RAM 1TB SSD ആൻഡ് RTX 5060 Ti 16GB PC ബിൽഡ്. ഒരു ആർക്കിടെക്റ്റിന്, ഒരു 3D ഡിസൈനറിന് അല്ലെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പറിന് അത്യാവശ്യം വളരെ പീസ്ഫുള്ളായിട്ട് ഒരു ബഡ്ജറ്റ് ഒത്തിരി അങ്ങോട്ട് കില്ല് ചെയ്യാതെ എന്നാൽ നല്ലപോലെ അവരുടെ റെൻഡറിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡാണിത്. Easily, and I'm telling you, this will very easily get you started on your 3D rendering journey. അപ്പോൾ on that note guys, നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ, if you love what we do here, make sure you follow us on Instagram. or Instagramil നമ്മുടെ 25K family is going strong, so follow us on Instagram. We post it almost every day. നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റീൽസും കുറച്ച് കമ്പനിയും കുറച്ച് fancy beautiful looking PC builds ഒക്കെ അവിടെ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. So join us on Instagram. And if you love what we do, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, and if you not subscribe to our YouTube channel. And also നിങ്ങൾക്ക് ഒരു high-end gaming PC, ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു rendering PC എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണം, you should come straight to our office. We are located on the Thiruvallam-Kollam bypass in Trivandrum. And നിങ്ങൾ ട്രിവാൻഡ്രത്തല്ലെങ്കിൽ don't worry, we ship all over India because we are your awesome PC building bros. So on that note, we will see you in the next one. Till then, this is us saying, bring it baby, and peace. Good.